പ്രൈസ് ഗോഡ്. ആവേ മരിയ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിരിക്കുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നൊരു സംഭവമായിരുന്നു. അതായത് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു. അതായത് ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു പോയവർ, നമ്മുടെ കൂട്ടുകാർ, ഫ്രണ്ട്സ്, നമ്മുടെ അയൽവക്കാർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിഴൽ പോലെ നമ്മുടെ ജീവിതത്തിലോട്ട് വന്നു പോയവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ടേ. ഈശോ എന്നെ ഏൽപ്പിച്ച് തന്നേക്കുന്ന ആത്മാക്കളല്ലേ, അവരെ നേടണ്ടേ എന്നുള്ള ആഗ്രഹം, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നവരെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഒരുങ്ങണ്ടേ എന്ന് വിചാരത്തോടെ ഞാനിങ്ങനെ ഓരോരുത്തരുടെ മുഖമൊക്കെ കണ്ട് ഇങ്ങനെ എൻ്റെ ജീവിതത്തിലോട്ട് ഇങ്ങനെ വന്നു പോയവരുടെ ഓരോരുത്തരുടെ മുഖം ഓർമ്മിച്ചെടുത്ത് ഞാനിങ്ങനെ പേപ്പറിൽ എഴുതി വെക്കുമായിരുന്നു അവരുടെ പേര്. എന്നിട്ട് ഞാൻ ഓരോ ദിവസവും ഒരു നന്മ നിറഞ്ഞു പറയുന്ന മേലും അവർക്ക് വേണ്ടി ചെല്ലുമായിരുന്നേ. അപ്പോൾ അതിങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു മടുപ്പ് തോന്നി. അതായത് എന്തിനും അങ്ങനെ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിർത്തി ഒരു സമയത്ത് ഇങ്ങനെ ഈശോ എനിക്കിങ്ങനെ കാണിച്ചു തരുവാണ്. അതായത് ഞാൻ പ്രാർത്ഥിച്ചവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, അവരുടെ സംസാരത്തിൽ, അവരുടെ സ്വഭാവത്തിൽ, അവരുടെ പെരുമാറ്റത്തിലോട്ട് ഇങ്ങനെ മാറ്റം കാണിച്ചു തരുവാണ് ഈശോയെ. ശരിക്കും അത് ശരിക്കും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു കാര്യം എനിക്ക് മനസ്സിലായത് അന്നാണേ. അതുപോലെ തന്നെ നമുക്ക് ഈശോ കാണിച്ചു തരുന്ന ഒരു ഉത്തമ മാതൃകയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഈശോ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആദ്യം ഈശോയ്ക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു, പിന്നെ 2 കൂട്ടർക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിലൊന്നാണ് 9-ാമത്തെ വാക്യം, 17. യോഹന്നാന്റെ സുവിശേഷം 17:9 ഈശോ പറയുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല, അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പിതാവ് ഈശോ ഏൽപ്പിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി ഈശോ പ്രാർത്ഥിച്ചിരുന്നു. അതുപോലെ തന്നെ 20-ാമത്തെ വാക്യം പറയുന്നുണ്ട്, അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതാർക്ക് വേണ്ടിയാ? അതായത് ഈശോയുടെ പീഡാസനം, കുരിശുമരണത്തിന് മുന്നിൽ ഈശോ ആ ഗത്സമനിൽ ഇരുന്ന് നമുക്ക് വേണ്ടി, അതായത് ഈ വചനത്തിലൂടെ, ഈശോ പറഞ്ഞ വചനത്തിലൂടെ, ഈ അപ്പസ്തോലന്മാരുടെ, നമ്മുടെ തലമുറകൾ വഴി നമ്മളാണല്ലോ ഇപ്പം അത് സ്വീകരിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി ഈശോ അന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതായത് എനിക്ക് വേണ്ടി, എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കൊക്കെ വേണ്ടി ഈശോ അവിടെ ഇരുന്ന് അന്ന് പ്രാർത്ഥിച്ചു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈശോ നമുക്ക് കാണിച്ചിരുന്നൊരു മാതൃകയല്ലേ ആർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണമെന്ന്. ഈശോയ്ക്ക് അന്ന് ഏൽപ്പിച്ചു കൊടുത്ത ആത്മാക്കൾക്ക് വേണ്ടിയും ഇനി ഈശോ നമുക്ക് വേണ്ടി ഈശോ ഒന്ന് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ, അതായത് നമ്മുടെ ജീവിതത്തിലോട്ട് കൊണ്ടുത്തരുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും, അതുപോലെ ഇനി വരാനിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം എന്നൊരു വലിയ കാര്യം ഈശോ നമുക്ക് കാണിച്ചു തരുമല്ലേ. അപ്പം നമുക്കറിയില്ലായിരിക്കും ആരൊക്കെ എവിടെയാണ്, ഇനി വരാൻ പോകുന്നവർ എങ്ങനെയുള്ളവരാ, അല്ലെങ്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ വന്നു പോയവർ ഏത് അവസ്ഥ സിറ്റുവേഷൻ നമുക്കൊന്നും അറിയത്തില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി അവരെ ഓർത്ത് ഒരു നന്മ നിറഞ്ഞ പറയുമേ നമുക്ക് ചൊല്ലാം. കാരണം നമുക്കറിയത്തില്ല, ചിലപ്പോൾ നമ്മുടെ ആ ഒരു പ്രയർ കൊണ്ട് ചിലപ്പം ചില സൂയിസൈഡിൻ്റെ സിറ്റുവേഷനിലൊക്കെ കടന്നു പോകുന്നവരൊക്കെ ഈശോ രക്ഷിച്ചു കൊണ്ടുവരുമായിരിക്കും. നമുക്കറിയത്തില്ല എങ്ങനെയാണ് ആ ഒരു പ്രാർത്ഥന അവരുടെ ജീവിതത്തിൽ അത് എഫക്റ്റീവ് ആവുന്നത്. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ആ ഒരു പ്രാർത്ഥന ചിലപ്പോൾ അവരെയൊക്കെ ഒരുപാട് ഭയങ്കര സിറ്റുവേഷനിൽ നിന്ന് ഈശോ രക്ഷിച്ചു കൊണ്ടുവരുവേ. അപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വന്നവർക്ക് വേണ്ടി, ഇനി കടന്നു വരാൻ പോകുന്നവർക്ക് വേണ്ടി നമുക്കും ഒരു നന്മ നിറഞ്ഞു പറയുമേലും ഒരു ദിവസം നമുക്ക് ചൊല്ലി കാഴ്ച വെക്കാതെ. ആമേൻ.